രാമ 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 പാഹി മാം രാഘവ മനോഹര ഹരേ മുകുന്ദ പാഹി മാം. രാമായണശീലുകൾ പെയ്തു നിറയുന്ന കർക്കിടക മാസം. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് അറിഞ്ഞോ അറിയാതെയോ നാം ചെയ്ത പാപങ്ങളൊക്കെയും കഴുകിക്കളയുവാനായി ഒരു മാസം. പ്രിയ പ്രേക്ഷകരെ, ഈ 2026 കർക്കിടക മാസത്തിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കുന്നതിനായി ഈ കലികാലത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ നമുക്ക് കർക്കിടക മാസത്തിൽ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കൈക്കൊള്ളാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ ഇത്തവണയെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് വേണ്ട മുൻകരുതലുകൾ എടുത്താൽ ഈ കർക്കിടക മാസം അല്ലലുകളില്ലാതെ, രോഗങ്ങളില്ലാതെ, കുടുംബ ഐക്യത്തിന് ഭംഗം വരാതെ നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യും, തീർച്ച. ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ 4 ക്ഷേത്രങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ദർശനം നടത്തുന്നത് കുടുംബത്തിൽ സമാധാനവും ക്ഷേമവും ഉണ്ടാകാൻ ഇടയാക്കും. ഈ 4 ക്ഷേത്രങ്ങളും ഒരേ ദിവസം തന്നെ ദർശിക്കുകയും വേണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ശരിയായ ഫലസിദ്ധി ലഭ്യമാവുക. ഒരേ ദിവസം ഈ 4 ക്ഷേത്രങ്ങളും സന്ദർശിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ നിങ്ങൾക്ക് ആശങ്ക വേണ്ട. തീർച്ചയായും കഴിയും. കഴിഞ്ഞ കാലങ്ങളിലും ഒരുപാട് പേര് ഇങ്ങനെ ദർശനം നടത്തിയിട്ടുണ്ട്. ആ 4 ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, അത് ശ്രീരാമചന്ദ്രന് വേണ്ടിയിട്ടും. കൂടൽമാണിക്യ ക്ഷേത്രം ഭരതന് വേണ്ടിയിട്ടും. മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, അത് ലക്ഷ്മണന് വേണ്ടിയിട്ടും. പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം ശത്രുഘ്നന് വേണ്ടിയിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീരാമൻ്റെയും സഹോദരൻ്റെയും ധർമ്മം, സ്നേഹം, സാഹോദര്യ ഐക്യം എന്നിവ ജീവിതത്തിൽ മാതൃകയാക്കുക. കർക്കിടകത്തിൽ ആത്മീയ സാധനയ്ക്കും രാമായണ പാരായണത്തിനും പ്രാധാന്യമുള്ള മാസമായതിനാൽ ഈ ദർശനം ഭക്തിയെ ശക്തിപ്പെടുത്തുന്നു. കുടുംബ സൗഖ്യം, മനഃശാന്തി, ഐക്യം, ഐശ്വര്യം എന്നിവയാണ് ഇതിന് ഫലമായി നമുക്ക് ലഭ്യമാവുക. അതോടൊപ്പം ഇനി പറയുന്ന പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മിഥുനമാസത്തിലെ അവസാന ദിവസം നിങ്ങളുടെ വീടും പരിസരവും അടിച്ചുവാരി തളിച്ച് ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം ഇനി ചെയ്യാനുള്ളത്, നിങ്ങളുടെ നിലവിളക്കിന് ചോർച്ച ഉണ്ടെങ്കിൽ കർക്കിടകം 1 മുൻപായി അത് തീർച്ചയായും മാറ്റി വാങ്ങേണ്ടതാണ്. കന്നിമൂലയിൽ ചപ്പുചവറുകൾ, മറ്റ് മാലിന്യങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം ശുചിയാക്കിക്കൊള്ളുക. കന്നിമൂല മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ താളം തെറ്റിക്കും. പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ മുറ്റത്ത് ഒരു തുളസിത്തറയും ഒപ്പം ഒരു മഞ്ഞൾ തൈയും നട്ട് പരിപാലിക്കുക. രാമായണം ഇല്ലാത്തവർ ഒരെണ്ണം വാങ്ങി നിലവിളക്കിന് മുന്നിൽ ഒരു പീഠത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിൽ വയ്ക്കുക. 1-ാം തീയതി മുതൽ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ചിത്രം വച്ച്, അതിന് പ്രാധാന്യമുണ്ട് കേട്ടോ, ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റേതായ ചിത്രം തന്നെ വയ്ക്കണം. അത് എല്ലായിടത്തും കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ചിത്രം സംഘടിപ്പിച്ച് അതിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് രാമായണ പാരായണം നടത്താവുന്നതാണ്. അതിന് കഴിയാത്തവർ ആ രാമായണം തുറന്നു വച്ച് അതിൽ 3 ഇതൾ കൃഷ്ണ തുളസി വച്ച് നിലവിളക്കിൽ ഭദ്രദീപം തെളിയിച്ച് രാമനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞത് 21 തവണ ശ്രീരാമജയം എന്ന് 2 കൈകളും രാമായണത്തിൽ തൊട്ട് ചൊല്ലുകയോ ആവാം. മിഥുന മാസത്തിലെ അവസാന ദിവസം ഭവനം ശുചിയാക്കിയ ശേഷം മഞ്ഞളരച്ച് ശ്രീരാമചന്ദ്രജയം എന്ന് ചൊല്ലി വീടിൻ്റെ മുൻവാതിലിൽ 3 വര തൊടിയിച്ച് അതിൽ സീതാദേവിക്കായി കുങ്കുമത്തിൽ ഒരു തൊടുകുറി കൂടി ഇടുക. സാക്ഷാൽ ശ്രീരാമദേവനെയും സീതാദേവിയെയും വരവേൽക്കാനായിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത്. പൂജാമുറിയിലാണ് നിലവിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ
കർക്കിടകം 1 രാവിലെയും വൈകിട്ടും നിലവിളക്ക് മുൻവാതിലിന് മുന്നിലായി 5 മിനിറ്റെങ്കിലും 5 തിരിയിട്ട് കത്തിച്ച്, അതായത് ഭദ്രദീപം കത്തിച്ച ശേഷം മാത്രം എടുത്ത് അണയാതെ പൂജാമുറിയിൽ തിരികെ കൊണ്ടുപോയി വെച്ച് രാമായണ പാരായണം ജപിക്കാവുന്നതാണ്. കർക്കിടകം 1 തീയതി മുതൽ പുതിയ ചൂല് വേണം വീടിനകത്ത് ഉപയോഗിക്കാൻ. പഴയത് വീടിന് പുറത്തെ ഉപയോഗത്തിനായി മാറ്റുകയോ ഉപേക്ഷിക്കുകയോ ആവാം. അപ്പോൾ ഈ വർഷമെങ്കിലും നിങ്ങൾ ഇവയെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോ കണ്ടവർ നിങ്ങൾ തീർച്ചയായും ശ്രീരാമജയം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള ആത്മീയപരമായ മറ്റ് വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അതിനായി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ശ്രീരാമജയം.